നമസ്കാരം. രാഷ്ട്രീയക്കാർക്കും സിനിമാ നടീനടന്മാർക്കും രാഷ്ട്രീയ ഗുണ്ടകൾക്കും വരെ ക്ഷേത്രങ്ങളുള്ള തമിഴ്നാട്ടിൽ കൗതുകമുണർത്തുന്ന ഒരു അന്യഗ്രഹ ജീവി ക്ഷേത്രം. സേലം ജില്ലയിലെ മുല്ലപ്പെട്ടി ഗ്രാമത്തിൽ സിദ്ധർ ബാക്കിയ എന്ന ലോകനാഥന്റെ ക്ഷേത്രം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തോടെ വൈറലായിരിക്കുകയാണ്. 45കാരനായ സിദ്ധർ ബാക്കിയ തന്നെയാണ് ക്ഷേത്രത്തിലെ പൂജാരി. ഇവിടുത്തെ ദൈവമായ അന്യഗ്രഹ ജീവിക്ക് പ്രകൃതി ദുരന്തങ്ങളെ തടയാൻ കഴിയുമെന്ന ലോകനാഥന്റെ അവകാശവാദം കൊണ്ടാണ് അന്യഗ്രഹ ജീവി ക്ഷേത്രം സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ പരിവേഷം നേടിയിരിക്കുന്നത്. സിദ്ധർ ബാക്കിയയുടെ അന്യഗ്രഹ ജീവി ക്ഷേത്രത്തിന് പരിധിയില്ലാത്ത ശക്തിയുണ്ടെന്നാണ് അവകാശവാദം. ലോകത്തെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു ദൈവമാണ് ക്ഷേത്രത്തിലുള്ളതെന്ന് സിദ്ധർ ബാക്കിയ പറയുന്നു. ഏകദേശം 3/4 ഏക്കർ സ്ഥലത്ത് നിർമ്മിച്ച ക്ഷേത്രത്തിൽ 11 അടി താഴ്ചയിൽ മണ്ണിനടിയിലായിട്ടാണ് അന്യഗ്രഹജീവിയെ സിദ്ധാർത്ഥ് ബാക്കിയ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശിവൻ, പാർവതി, മുരുകൻ, കാളി തുടങ്ങിയവരുടെ പ്രതിഷ്ഠകളും ഭൂമിയുടെ അടിയിൽ ഇതോടൊപ്പം സിദ്ധർ ബാക്കിയ സ്ഥാപിച്ചിട്ടുണ്ട്. ലോകത്ത് പരമശിവൻ സൃഷ്ടിച്ച ആദ്യത്തെ ദേവതയാണ് അന്യഗ്രഹ ജീവി. ക്ഷേത്രത്തിൽ വിഗ്രഹം സ്ഥാപിക്കുന്നതിന് മുൻപ് അന്യഗ്രഹ ജീവികളിൽ നിന്നും അനുവാദം വാങ്ങിയിരുന്നു. ലോകത്തെ ദുരന്തത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുന്ന ഒരേയൊരു ദൈവമാണിത്. അവർക്ക് പരിധിയില്ലാത്ത ശക്തിയുണ്ട്. അന്യഗ്രഹ ജീവികൾ ലോകത്തെ ഉപദ്രവിക്കില്ല. അവർ ജനങ്ങൾക്ക് ഒരു ദോഷവും ചെയ്യില്ല. നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് അവർ നമ്മെ അന്വേഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും ലോകനാഥൻ അവകാശപ്പെടുന്നുണ്ട്. അന്യഗ്രഹ ജീവികളെ കണ്ടിട്ടുണ്ടെന്നും അവരോട് സംസാരിച്ചിട്ടുണ്ടെന്നും ലോകനാഥന്റെ വാദം. 2 പ്രാവശ്യം അന്യഗ്രഹ ജീവികളോട് സംസാരിച്ചിട്ടുണ്ട്. തനിക്ക് ഭ്രാന്താണെന്ന് ആരും കരുതരുത്. അന്യഗ്രഹ ജീവികളെ കുറിച്ച് പലരും ഗവേഷണം നടത്തുന്നുണ്ട്. അവർ അതിനെക്കുറിച്ച് പലരോടും പറയുന്നുണ്ട്. എന്നാൽ അത് ആരും വിശ്വസിക്കുന്നില്ല. അന്യഗ്രഹ ജീവികളെ വിശ്വസിച്ചാൽ ഭൂമിയിലേക്കുള്ള അവരുടെ വരവ് കൂടുമെന്നും ലോകനാഥൻ ഓർമ്മപ്പെടുത്തുന്നു. നിരവധി ആളുകളാണ് ഇന്ത്യയിലെ ആദ്യ അന്യഗ്രഹ ജീവി ക്ഷേത്രം സന്ദർശിക്കാനായി ഇപ്പോൾ എത്തുന്നത്. വയനാട്ടിൽ നടന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തോടെ അന്യഗ്രഹ ജീവി ക്ഷേത്രത്തിലെ ആരാധകരുടെ എണ്ണം കൂടിയിരിക്കുകയാണ്. ഇതുപോലൊരു ദുരന്തം ഉണ്ടാവരുതേ എന്ന പ്രാർത്ഥനയാണ് അതിന് കാരണം. നഗ്നനായ അന്യഗ്രഹ ജീവിയാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. പൂജാകർമ്മങ്ങൾ സിദ്ധർ ബാക്കിയ ചില പ്രത്യേകതകളോടെയാണ് നടത്തി വരുന്നത്. രാവിലെ കുളിച്ച് ശുചിയായി വന്നാണ് സിദ്ധർ ബാക്കിയയുടെ പ്രഭാത പൂജകൾ തുടങ്ങുന്നത്. അരമണിക്കൂറിലേറെ സമയം സിദ്ധർ ബാക്കിയയുടെ പൂജകൾക്ക് ശേഷമാണ് ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനം നൽകി വരുന്നത്. പൂജകൾക്ക് കാണിക്കയായോ പ്രതിഫലമായോ സിദ്ധർ ബാക്കിയ പണമൊന്നും വാങ്ങാറില്ല. എന്നാൽ വിഗ്രഹത്തിന് മുന്നിലേക്ക് രണ്ടാമത് ഒരു തവണ എത്തുന്നവർ താലിമാല അടക്കം കയ്യിലെ ആഭരണങ്ങൾ ഊരിവെച്ച് പ്രാർത്ഥിച്ച് മടങ്ങുകയാണ്. നന്ദി.